സാർ, തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെയുള്ള എം സി റോഡ് 24 മീറ്റർ വീതിയിൽ 4 വരിയായി പുനർനിർമ്മിക്കുന്ന പദ്ധതി കിഫ്ബിയിലൂടെ ഏറ്റെടുക്കുകയാണ്. ഇതിൻ്റെ പ്രാരംഭമായ ഫണ്ട് മുമ്പ് വെച്ചിരുന്നതാണ്. പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ബൈപ്പാസുകൾ നിർമ്മിക്കുകയും ജംഗ്ഷനുകൾ വികസിപ്പിക്കുകയും ചെയ്തതാണ് ആദ്യഘട്ടം. ഇതിൻ്റെ ഭാഗമായി കൊട്ടാരക്കര ബൈപ്പാസിന് 110.36 കോടി രൂപയുടെ സാമ്പത്തിക അനുമതി നൽകിയിട്ടുള്ളതും ഭൂമി ഏറ്റെടുക്കൽ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരുന്നതാണ്. ആദ്യഘട്ടം എന്ന നിലയിൽ കിളിമാനൂർ, നിലമേൽ, ചടയമംഗലം, ആയൂർ, പന്തളം, ചെങ്ങന്നൂർ ബൈപ്പാസുകളുടെ നിർമ്മാണവും വിവിധ ജംഗ്ഷനുകളുടെ നിർമ്മാണവും ഉണ്ടാവും. സാർ, ഒന്നാം ഘട്ടം എം സി റോഡ് വികസന പദ്ധതിക്കായി 5217 കോടി രൂപയാണ് കിഫ്ബിയിലൂടെ നീക്കിവെക്കുന്നത്. സാർ, സൈബർ വാലി. സാർ, കൊച്ചിയിലെ 300 ഏക്കർ ഇൻഫോ പാർക്ക് ഫേസ് 3-ൽ ഒരു സൈബർ വാലി വികസിപ്പിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. ഐ ടി അധിഷ്ഠിത സേവനങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങി സാങ്കേതികവിദ്യകൾ എന്നിവയുടെ ഒരു കേന്ദ്രമായി സൈബർ വാലി പ്രവർത്തിക്കും. ആധുനിക നഗരജീവിതത്തിന് പര്യാപ്തമാകുന്ന ഡിജിറ്റൽ സൗകര്യങ്ങളോടൊപ്പം ഡിജിറ്റൽ സംരംഭകത്വവും തൊഴിലും സൃഷ്ടിക്കുന്ന കേന്ദ്രമാകും സൈബർ വാലി. PPP മാതൃകയിൽ ആസൂത്രണം ചെയ്യുന്ന ഈ പദ്ധതിക്കായിട്ട് 30 കോടി രൂപ പ്രാഥമികമായിട്ട് മാറ്റിവെക്കുന്നു. ആഗോള സ്കൂൾ. സാർ, കേരളത്തിലെ വിദ്യാർത്ഥികൾ പ്രതിവർഷം ഉന്നത വിദ്യാഭ്യാസത്തിനും തൊഴിൽ പഠനങ്ങൾക്കുമായി ഏകദേശം 8000 കോടി രൂപയിലധികം സംസ്ഥാനത്തിന് പുറത്തേക്ക് നൽകുന്നു എന്നാണ് കണക്ക്. ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയും പുതിയ കാലത്തിന് അനുയോജ്യമായ തൊഴിൽ പരിശീലനവും നൈപുണ്യ സമ്പാദനവും പ്രദാനം ചെയ്യുന്ന ആഗോള സ്കൂൾ കേരളത്തിൽ സ്ഥാപിക്കും. ഇക്കണോമിക്സിനും ഫ്യൂച്ചർ ടെക്നോളജിക്കുമായിരിക്കും ഇവിടെ പ്രാധാന്യം നൽകുന്നു. ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയുടെ സർക്കാർ വിഹിതം നീക്കിവെക്കുന്നു.